ഹലോ സ്റ്റുഡൻസ്, 10th സ്റ്റാൻഡേർഡിൽ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. കെമിസ്ട്രി സെക്കൻഡ് ചാപ്റ്ററിലെ ഗ്യാസ് ലാസ് ആൻഡ് മോൾ കൺസെപ്റ്റ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനം എന്ന ചാപ്റ്ററിലെ കുറേ പ്രധാന ആശയങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? എന്താണ് ഒരു GAM? വാട്ട് ഇസ് എ GAM? ഒരു GAMൽ എത്ര ആറ്റംസ് ഉണ്ട്? ഹൗ മെനി ആറ്റംസ് ആർ ദെയർ ഇൻ എ GAM? How can we calculate the number of atoms from the given sample? നമുക്ക് അറ്റോമിക് മാസ് തന്നാൽ, ഒരു മൂലകത്തിൻ്റെ അറ്റോമിക് മാസ് തന്നിരുന്നാൽ അതിൽ എത്ര ആറ്റങ്ങളുണ്ടെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ 2 പ്രോബ്ലംസ് തന്നിരുന്നു, 2 കണക്കുകൾ. സയൻസ് ഡയറി ഒന്ന് ഓപ്പൺ ചെയ്തേ, അതിൻ്റെ ആൻസർ ശരിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? അതായത് 42 grams ഓഫ് നൈട്രജൻ തന്നിരുന്നു. നൈട്രജൻ 42 ഗ്രാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു? നമുക്കറിയാം, നമ്പർ ഓഫ് GAM എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ 1 GAM. ഇവിടെ 42 ഗ്രാം ആയിരുന്നു. 42 ബൈ നൈട്രജൻ്റെ GAM 14 ഗ്രാം. സോ 42 ബൈ 14 is equal to 3 GAM. 3 GAMs. നമ്പർ ഓഫ് GAM 3 എന്ന് കിട്ടി. Number of atoms is equal to 3 into Avogadro number, that is 3 into 6.022 into 10 raised to 23. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 80 grams of oxygen, 80 ഗ്രാം ഓക്സിജൻ. സോ വി നോ ദാറ്റ് 1 GAM ഓഫ് ഓക്സിജൻ ഇസ് ഈക്വൽ ടു 16 ഗ്രാം. ഓക്സിജൻ്റെ ഒരു GAM എന്ന് പറയുന്നത് 16 ഗ്രാമാണ്. എങ്കിൽ 80 ഗ്രാം ഓക്സിജനിൽ എത്ര ആറ്റങ്ങളുണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇറ്റ് ഇസ് വെരി ഈസി. എങ്ങനെ ചെയ്യും? 80 ഡിവൈഡഡ് ബൈ 1 GAM, ദാറ്റ് ഇസ് 80 ബൈ 16 ആൻഡ് വിൽ ഗെറ്റ് 5 GAM. 5 GAM എന്ന് ഉത്തരം കിട്ടും. ഇനി എന്ത് കാണണം? നമ്പർ ഓഫ് ആറ്റംസ്. 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ NA. നമുക്കിനി NA എന്ന് ഉപയോഗിക്കാം. ഓരോ തവണയും 6.022 ഇൻറ്റു 10 raised to 23 എന്ന് പറയുന്നതിന് പകരം 5 ഇൻറ്റു NA, ദാറ്റ് ഈസ് 5 NA. ഇത് തന്നെയായിരുന്നു നിങ്ങളുടെ ആൻസറും. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് അടുത്തൊരാശയത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ 1 GAM എന്ന് പറഞ്ഞാൽ 1 NA ആണെന്നറിയാം, ദാറ്റ് ഈസ് 1 അവഗാഡ്രോ നമ്പർ ആണെന്നറിയാം. ഈ എമൗണ്ടിനെ, അതായത് 1 അവഗാഡ്രോ നമ്പർ കിട്ടാൻ, അല്ലെങ്കിൽ 6.022 ഇൻറ്റു 10 raised to 23 ആറ്റംസ് കിട്ടാൻ എടുത്ത ആ അളവിനെ നമ്മൾ 1 മോൾ എന്ന് വിളിക്കും. വാട്ട് ഈസ് 1 മോൾ? ദിസ് ഇസ് ദ എസൻസ് ഓഫ് ദിസ് ചാപ്റ്റർ. ശരിക്കും ഇതാണ് മോൾ സങ്കല്പനം. ചാപ്റ്ററിൻ്റെ മെയിൻ പോയിൻ്റാണ്. ഒരു GAM എന്ന് പറഞ്ഞാൽ ആറ്റത്തിൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു GAM ആറ്റം ഇസ് ഈക്വൽ ടു 1 NA ഇസ് ഈക്വൽ ടു 1 മോൾ. നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ഇത് കൃത്യമായി എഴുതി വെക്കുക. 1 GAM ഇസ് ഈക്വൽ ടു 1 NA ആറ്റംസ് ഇസ് ഈക്വൽ ടു 1 മോൾ ആറ്റംസ്. ഒരു GAM സമം ഒരു NA ആറ്റംസ് സമം 1 മോൾ ആറ്റം, 1 മോൾ ആറ്റങ്ങൾ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഏത് സാമ്പിൾ തന്നാലും, ആറ്റത്തിൻ്റെ മാസ് തന്നാലും, നമുക്ക് അതിൽ നിന്ന് എവിടെ എത്തിച്ചേരാൻ പറ്റും? നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ പറ്റും, ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. മൂലകങ്ങളും സംയുക്തങ്ങളും ഫ്രീ സ്റ്റേറ്റിൽ മോളിക്യൂൾസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് സീൻ ആസ് മോളിക്യൂൾസ് ഇൻ ഫ്രീ സ്റ്റേറ്റ്. അപ്പോൾ നമുക്കിനി മോളിക്യൂൾസിൻ്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. മാസിൽ നിന്നും നമ്മൾ ആറ്റങ്ങൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് മാസിൽ നിന്നും മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് മോളിക്യൂൾസിനെ പരിചയപ്പെടാം. ഈ പട്ടികയൊന്ന് നോക്കിയേ. പ്ലീസ് ലിസൺ ദിസ് ടേബിൾ. ഹൈഡ്രജൻ മോളിക്യൂൾ H2, ഓക്സിജൻ മോളിക്യൂൾ O2, നൈട്രജൻ N2, വാട്ടർ ജലതന്മാത്ര H2O ആൻഡ് അമോണിയ NH3. അപ്പോൾ നമുക്ക് മോളിക്യൂൾസിൻ്റെ എണ്ണമാണ്, തന്മാത്രകളുടെ എണ്ണം കാണണമെങ്കിൽ തന്മാത്രകളുടെ മാസ് അറിയണം. മോളിക്കുലർ മാസ് അറിഞ്ഞിരിക്കണം. അറ്റോമിക് മാസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. എങ്ങനെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കും?
അപ്പോൾ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമുക്ക് അറ്റോമിക് മാസ് തന്നിരിക്കും. ക്വസ്റ്റ്യനിൽ അങ്ങനെ വരുവാണെങ്കിൽ തീർച്ചയായും അവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് നമുക്കറിയാം 1 ആണ്. സോ ഒരു ഹൈഡ്രജൻ തന്മാത്ര H2ൻ്റെ മാസ് എത്രയായിരിക്കും? മോളിക്കുലാർ മാസ് ഓഫ് H2 1 + 1 = 2. അങ്ങനെയാണെങ്കിൽ ഓക്സിജനോ? ഒരു ഓക്സിജൻ ആറ്റം 16 ആണ്. അങ്ങനെയാണെങ്കിൽ O2 16 + 16 = 32. വാട്ട് അബൌട്ട് നൈട്രജൻ? 14 + 14 14 + 14 28 എന്ന് ആൻസർ കിട്ടും അല്ലേ? ജലമോ? വാട്ടറോ? H2O. H2O 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ. 2 ഹൈഡ്രജൻ്റെ 2 മാസ് 2 + 16 2 + 16 18. Now come to ammonia. NH3. N നമുക്കറിയാം 14. H3 3 എണ്ണമുണ്ട് ഹൈഡ്രജൻ. 14 + 3 17. ഓക്കെ, സോ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. 2 ക്വസ്റ്റ്യൻ സയൻസ് ഡയറിയിലേക്ക് എഴുതൂ. മോളിക്കുലർ മാസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. കാൽക്കുലേറ്റ് ദ മോളിക്കുലർ മാസ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. ഗ്ലൂക്കോസിൻ്റെ ഫോർമുല എഴുതിക്കോളൂ. C6H12O6. സൾഫ്യൂരിക് ആസിഡ് നിങ്ങൾക്കറിയാം H2SO4. ഗ്ലൂക്കോസ്, സൾഫ്യൂരിക് ആസിഡ് എന്നിവയുടെ മോളിക്കുലർ മാസ് കണക്കാക്കുക. C6H12O6ഉം H2SO4ഉമാണ്. മോളിക്കുലർ മാസ് കണക്കാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അറ്റോമിക് മാസ് വേണം. അതുകൂടെ എഴുതിക്കോളൂ. C12 12, H1 O 16 ആൻഡ് S 32. സൾഫർ 32. എങ്ങനെ കണക്കാക്കും? C6 ആണ്. അപ്പോൾ 12 ഉള്ള കാർബൺ 6 ഉണ്ട്. അതിൻ്റെ കൂടെ 12 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസും 6 ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസും കൂടെ ആഡ് ചെയ്യുക. ചെയ്യുമല്ലോ. അടുത്ത ദിവസം എൻ്റെ ആൻസർ എന്നോട് പറയണം. ഓക്കെ, അടുത്ത നോക്കൂ. സൾഫ്യൂരിക് ആസിഡാണ് H2SO4. മുകളിൽ പറഞ്ഞ രീതിയിൽ സൾഫ്യൂരിക് ആസിഡും ചെയ്തു നോക്കണം. സോ യു നോ ഹൗ ടു കാൽക്കുലേറ്റ് മോളിക്കുലർ മാസ്. മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ അറിയാം. മനസ്സിലായി അല്ലേ? മനസ്സിലായല്ലേ? പക്ഷേ നമ്മൾ എന്തിനാണ് പോകുന്നത്? മോളിക്കുലർ മാസിൽ നിന്നും അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ മാസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യണം, എണ്ണം കണ്ടുപിടിക്കണം. മോളിക്കുലർ മാസിൽ നിന്നും എങ്ങനെ നമ്മൾ എണ്ണത്തിലേക്ക് പോകും? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പട്ടികയൊന്ന് നിരീക്ഷിക്കാം. ഇതൊന്ന് എക്സാമിൻ ചെയ്തിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുമോ നോക്കാം. ഹൈഡ്രജൻ മോളിക്കുലർ മാസ് നമുക്കറിയാം 2 ആണ്. ഓക്സിജൻ 32 ആണ്. നൈട്രജൻ 28 ആണ്, 28 ആണ്. ആൻഡ് വാട്ടർ 18 18 ആണ് ജലതന്മാത്രയുടെ മോളിക്കുലർ മാസ്. ആൻഡ് അമോണിയ ഈസ് 17. ഓക്കെ, ഇനി ലാസ്റ്റ് കോളത്തിലേക്ക് നോക്കൂ. എത്ര നമ്പറാണ് എടുത്തിരിക്കുന്നത്? എത്ര എണ്ണം തന്മാത്രകളാണ് അവിടെ എടുത്തിരിക്കുന്നത് നോക്കൂ. 6.022 × 10⁻23. 1 Na ആണ്. 1 അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് അവിടെ എടുത്തിരിക്കുന്നത്. അത്രയും കിട്ടാൻ വേണ്ടി ഞാൻ എത്ര മാസ് എടുത്തു നോക്കൂ. ഹൈഡ്രജൻ്റെ 1 Na 1 അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ലഭിക്കാനായിട്ട് ഞാൻ എടുത്ത മാസ് എത്രയാണെന്ന് നോക്കൂ. 2 ഗ്രാം. ഓക്സിജൻ്റെയോ 32 ഗ്രാം അല്ലേ? വാട്ട് ഇസ് ദ മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ? 32. അപ്പോൾ നമ്മൾ അറ്റോമിക് മാസ് പഠിച്ചപ്പോൾ GAM പഠിച്ചു. ഇവിടെ മോളിക്കുലർ മാസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ ടേമാണ് ഗ്രാം മോളിക്കുലർ മാസ് അല്ലെങ്കിൽ GMM. വാട്ട് ഇസ് GMM? 6.022 × 10⁻23 മോളിക്യൂൾസ് ലഭിക്കാൻ വേണ്ടി നമ്മളെടുത്ത മോളിക്യൂൾസിൻ്റെ മാസാണ് 1 GMM. 1 GMM is a mass taken to obtain 6.022 × 10⁻23 number of molecules. 1 അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ലഭിക്കാൻ വേണ്ടി നാം എടുത്ത മാസാണ് 1 GMM. അപ്പോൾ ഹൈഡ്രജൻ 1 GMM എന്ന് പറഞ്ഞാൽ 2 ഗ്രാം. ഓക്സിജൻ 32 ഗ്രാം. നൈട്രജൻ പറയൂ എത്ര ഗ്രാമാണ്? നൈട്രജൻ്റെ മോളിക്കുലർ മാസ് അറിയാം 28 ആണ്. സോ 1 GMM ഓഫ് നൈട്രജൻ വിൽ ബി 28 ഗ്രാം. വെരി ഗുഡ്. അടുത്തത് എന്താണ്? വാട്ടർ. വാട്ടറിൻ്റെ മോളിക്കുലർ മാസ് 18 ആണ്. സോ 1 GMM ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു 18 ഗ്രാം. ആൻഡ് അമോണിയ 17 ഗ്രാം. ഓക്കെ,
ഇതിലെല്ലാം നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്ര വന്നിരിക്കുന്നത്? 1 അവഗാഡ്രോ നമ്പർ. സോ ഹൗ വിൽ യു ഡിഫൈൻ GMM? GMMനെ നമുക്ക് എങ്ങനെ നിർവചിക്കാം? The amount of substance in grams equal to its molecular mass is called gram molecular mass. അതായത് ഒരു മൂലകത്തിൻ്റെയോ സംയുക്തത്തിൻ്റെയോ മോളിക്കുലർ മാസിന് തുല്യമായ ഗ്രാം അളവിനെയാണ് നമ്മൾ ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സാമ്പിൾ തന്നാൽ, കുറേ മോളിക്യൂളിൻ്റെ മാസ് നിങ്ങളുടെ കയ്യിൽ തന്നാൽ എത്ര GMM ഉണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമ്പർ ഓഫ് GMM. How will you calculate the number of GMM in a given sample? നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പം ഇപ്പോൾ ഈ ടേബിൾ നോക്കൂ. 1 GMM ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 32 ഗ്രാം ഉണ്ട്. അതിൽ 1 Na മോളിക്യൂൾസ് ഉണ്ട്. ഇത്രയും കാര്യം നമുക്കറിയാം. 1 GMM of oxygen is equal to 32 gram and it contains 1 Na molecules. Okay? Then 64 gram ഓക്സിജൻ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. 64 gram ഓക്സിജൻ ഞാൻ തരികയാണ്. I am giving you 64 gram of oxygen. Then calculate the number of GMM in it. 64 gram of oxygenൽ എത്ര GMM ഉണ്ട്? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമ്മൾ GAM കാൽക്കുലേറ്റ് ചെയ്ത അതേ മെത്തേഡ്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ 1 GMM. 64 ഡിവൈഡഡ് ബൈ 1 GMM ഓഫ് ഓക്സിജൻ ഈക്വൽ ടു 32 വി നോ. അതായത് തന്നിരിക്കുന്ന മാസിനെ 1 GMM കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്സിജൻ്റെ 1 GMM 32 ഗ്രാമാണെന്നറിയാം. സോ 64 ഡിവൈഡഡ് ബൈ 32 യു വിൽ ഗെറ്റ് 2 GMM. ഇങ്ങനെയാണ് നമ്പർ ഓഫ് GMM കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 2 GMMൽ എത്ര മോളിക്യൂൾസ് കാണും? നമ്മൾ മാസിൽ നിന്നും GMMലെത്തി. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? യെസ്, 2 GMM ഇൻറ്റു Na. അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇറ്റ് ഇസ് വെരി സിമ്പിൾ. മാസിൽ നിന്ന് നമ്മൾ മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ 1 GMM ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് GMMs. തന്നിരിക്കുന്ന മാസിനെ ഒരു GMM കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര GMMകൾ ഉണ്ടെന്ന് കിട്ടും, അതിൻ്റെ എണ്ണം കിട്ടും. അതിനെ Na അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്ത് കിട്ടും? മോളിക്യൂൾസിൻ്റെ എണ്ണം കിട്ടും, നമ്പർ ഓഫ് മോളിക്യൂൾസ്. ക്ലിയർ ആയോ? നമ്മൾ ആറ്റം എങ്ങനെയായിരുന്നു? തന്നിരിക്കുന്ന മാസിനെ GAM കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം നമുക്ക് GAMകളുടെ എണ്ണം കിട്ടി. അതിനെ Na കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? ആറ്റങ്ങളുടെ എണ്ണം കിട്ടി. ഇവിടെ മോളിക്യൂളാണ്. തന്നിരിക്കുന്ന മോളിക്യൂൾസിൻ്റെ മാസിനെ GMM കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോഴെന്ത് കിട്ടി? നമ്പർ ഓഫ് GMM കിട്ടി. അതിനെ Na അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ യു വിൽ ഗെറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കൂ. ഐ എം ഗിവിങ് യു 96 ഗ്രാം ഓഫ് ഓക്സിജൻ. 96 ഗ്രാം ഓഫ് ഓക്സിജൻ, 96 ഗ്രാം ഓക്സിജൻ തരികയാണ്. ഇതിൽ എത്ര ഓക്സിജൻ തന്മാത്രകൾ ഉണ്ട്? ചെയ്ത് നോക്കിയേ. 96 ഗ്രാം ഓക്സിജൻ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസൻറ്റ് ഇൻ 96 ഗ്രാം ഓഫ് ഓക്സിജൻ. എങ്ങനെയാണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ 1 GMM, that is 96 divided by 32. 96നെ 32 കൊണ്ട് ഡിവൈഡ് ചെയ്തു. തന്നിരിക്കുന്ന മാസായ 96നെ ഓക്സിജൻ്റെ 1 GMM ആയ 32 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്ര കിട്ടി? 3 GMM. GMMകളുടെ എണ്ണം കിട്ടി. അപ്പം തന്നിരിക്കുന്ന മാസിൽ നിന്നും GMMകളുടെ എണ്ണത്തിൽ എത്തിച്ചേർന്നു. ഇനി എവിടെ പോകണം? നമ്പർ ഓഫ് മോളിക്യൂൾസ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? GMM ഇൻറ്റു Na. ദാറ്റ് ഇസ് ഇക്വൽ ടു 3 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ഓർ യു ക്യാൻ റൈറ്റ് 3 Na. 3 ഗുണം അവഗാഡ്രോ നമ്പർ, അല്ലെങ്കിൽ അതിനെ ചുരുക്കത്തിൽ 3 Na എന്ന് എഴുതാം. അങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. മനസ്സിലായല്ലോ? അതായത് മോളിക്കുലർ മാസിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിച്ചു. 2 ക്വസ്റ്റ്യൻ ചെയ്താലോ? നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാനായിട്ട് 2 ക്വസ്റ്റ്യൻ എഴുതും. Calculate the number of molecules present in the following samples. താഴെ തന്നിരിക്കുന്ന സാമ്പിളുകളിലെ തന്മാത്രകളുടെ എണ്ണം കണ്ടെത്തുക. Question number 1. 360 gram ഗ്ലൂക്കോസ്. 360 ഗ്രാം ഗ്ലൂക്കോസ്. അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതൂ
മോളിക്കുലർ മാസ് ഈസ് 180. എളുപ്പമാണ് ചെയ്യാൻ. നിങ്ങൾക്ക് മോളിക്കുലർ മാസ് കണ്ടെത്താനും തന്നില്ല, ഞാൻ ഡയറക്റ്റായിട്ട് മോളിക്കുലർ മാസ് തന്നു, എളുപ്പമാണ്. അല്ലെങ്കിൽ നിങ്ങൾ മോളിക്കുലർ മാസ് കണ്ടെത്തണം. ഇതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതുക മോളിക്കുലർ മാസ് 180. ക്വസ്റ്റ്യൻ നമ്പർ 2, 90 gram വാട്ടർ, 90 gram ജലം H2O. ഇൻ ബ്രാക്കറ്റ് യു റൈറ്റ് മോളിക്കുലർ മാസ് 18. ബ്രാക്കറ്റിൽ എഴുതുക മോളിക്കുലർ മാസ് 18. അറിയാമല്ലോ, ഗിവൺ മാസിനെ 1 GMM കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഭാഗിക്കുമ്പോൾ നമ്പർ ഓഫ് GMM കിട്ടും. അതിനെ NA കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മോളിക്യൂൾസിൻ്റെ എണ്ണം കിട്ടും, തന്മാത്രകളുടെ എണ്ണം കിട്ടും. നോട്ട്ബുക്കിലും ആ പോയിൻ്റ് എഴുതി വെക്കുക. അതായത് തന്നിരിക്കുന്ന മോളിക്കുലർ മാസിനെ ഒരു GMM കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് GMMകളുടെ എണ്ണം കിട്ടുന്നു. അതിനെ NA കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മോളിക്യൂൾസിൻ്റെ എണ്ണം കിട്ടുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചേ? ആറ്റത്തിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ പഠിച്ചു, മോളിക്യൂൾസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാം. ഏതിൽ നിന്നാണ്? മാസിൽ നിന്ന്. വളരെ എളുപ്പമല്ലേ? നേരത്തെ നമ്മളൊരു പോയിൻ്റ് പറഞ്ഞു, 1 mole ആറ്റം. എന്തായിരുന്നു 1 mole ആറ്റം? 1 mole ആറ്റത്തിൽ എത്ര ആറ്റങ്ങളുണ്ടായിരുന്നു? എത്ര ഉണ്ടായിരുന്നു? 1 Na. യെസ്, 1 Na. 1 Na ആറ്റംസ് ആണ് 1 mole. ഓർ യു ക്യാൻ സേ 1 GAM. വാട്ട് ഈസ് 1 mole മോളിക്യൂൾ? ഒരു മോൾ തന്മാത്രകൾ എന്താണ്? ഒരു അവഗാഡ്രോ നമ്പർ തന്മാത്രകൾ ഉൾക്കൊള്ളുന്ന പദാർത്ഥത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്ന യൂണിറ്റാണ് 1 mole. It denotes the amount of substance which contains 1 Na of molecules. That we can write 1 GMM is equal to 1 Na molecules is equal to 1 mole of molecules. അതായത് ഒരു GMM is equal to ഒരു Na തന്മാത്രകൾ is equal to ഒരു മോൾ തന്മാത്രകൾ. ക്ലിയർ ആയോ? അപ്പോൾ മോൾ ആറ്റംസ് നമ്മൾ പഠിച്ചു, മോൾ തന്മാത്രകൾ പഠിച്ചു. നമുക്കൊരു മറ്റൊരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. ഈ ചോദ്യം ഒന്ന് എഴുതിയേ. 28 gram നൈട്രജൻ N2, നൈട്രജൻ്റെ തന്മാത്രയാണ്. ഐ എം ഗിവിങ് എ മോളിക്യൂൾ ഓഫ് നൈട്രജൻ ഹാവിങ് ദ മാസ് ഓഫ് 28 gram. 28 gram നൈട്രജൻ ഉണ്ട്. എൻ്റെ ചോദ്യം, ഇതിൽ എത്ര GAM നൈട്രജൻ ഉണ്ട്? എത്ര നൈട്രജൻ ആറ്റംസ് ഉണ്ട്? എത്ര മോൾ നൈട്രജൻ ആറ്റംസ് ഉണ്ട്? ഒന്നുകൂടെ പറയാം. 28 gram N2 തന്മാത്രകളിൽ എത്ര GAM ഉണ്ട്? എത്ര ആറ്റങ്ങളുണ്ട്? എത്ര മോളുകളുണ്ട്? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് GAMs ഇൻ 28 gram of nitrogen and also the number of atoms of nitrogen and number of moles of atoms. ഒന്ന് ചെയ്ത് നോക്കിയാലോ. 28 gram നൈട്രജൻ ആണ്. എത്ര GAM എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? GAMകളുടെ എണ്ണം നമ്മൾ പഠിച്ചതാണ്. ഗിവൺ മാസിനെ ഒരു GAM കൊണ്ട് ഡിവൈഡ് ചെയ്തു. 28 ഡിവൈഡഡ് ബൈ ഒരു GAMൻ്റെ മാസ് എത്രയായിരുന്നു? ഒരു GAM എത്രയായിരുന്നു? 20 ഡിവൈഡഡ് ബൈ 14. ഇപ്പോൾ എത്ര കിട്ടി? 2 GAM. അതായത് 28 gram നൈട്രജനിൽ 2 GAM ഉണ്ട്. എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. 20 ഡിവൈഡഡ് ബൈ 14 we will get 2 GAM. Number of GAM is equal to, that is 28 divided by 14 is equal to 2 GAM. അടുത്ത സ്റ്റെപ്പ് ഈസി അല്ലേ? നമ്പർ ഓഫ് GAM കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് കാൽക്കുലേറ്റ് ചെയ്യും? നമ്പർ ഓഫ് ആറ്റംസ്. ഇതിൽ നിന്ന് നമുക്ക് ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം. എത്രയാണ്? 2 GAM എന്ന് പറഞ്ഞാൽ എത്ര ആറ്റങ്ങളാണ്? 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ, ദാറ്റ് ഇസ് 2 Na. ഈസി അല്ലേ? 2 GAM ഇൻറ്റു അവഗാഡ്രോ നമ്പർ, 2 Na ആറ്റംസ്. ഇനി എത്ര മോൾസ് ആണ്? 2 GAM എന്ന് പറഞ്ഞാൽ 2 മോൾസ് ഓഫ് നൈട്രജൻ ആറ്റംസ് ആണ്. 2 GAM ഇസ് ഈക്വൽ ടു 2 മോൾസ്. നമ്മൾ നേരത്തെ പഠിച്ചു. GAM, നമ്പർ ഓഫ് GAM എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് ആണെന്ന് നേരത്തെ പഠിച്ചു അല്ലേ? ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രീതിയിൽ എഴുതൂ. 28 gram നൈട്രജൻ തന്നെ തരികയാണ്. 28 gram നൈട്രജൻ. മൈ ക്വസ്റ്റ്യൻ ഈസ് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് GMM, calculate the number of molecules in this 28 gram and also number of moles of molecules. ഇതിൽ
ഈ 28 ഗ്രാം നൈട്രജനിൽ എത്ര GMMകളുണ്ട്, എത്ര തന്മാത്രകളുണ്ട്, എത്ര മോളുകളുണ്ട്? എങ്ങനെ ചെയ്യും? GAM കണ്ടുപിടിക്കാൻ നമ്മൾ 28നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്തു. GMM കണ്ടുപിടിക്കാനോ എന്ത് ചെയ്യും? 28 ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ആയ 28 കൊണ്ട് ഡിവൈഡ്. 20 ഡിവൈഡഡ് ബൈ 28, അതായത് തന്നിരിക്കുന്ന 28 ഗ്രാമിനെ നൈട്രജൻ്റെ മോളിക്കുലർ മാസായ 28 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നു. ദെൻ യു വിൽ ഗെറ്റ് 1 GMM. നേരത്തെ എന്തായിരുന്നു? 2 GAM. നൗ യു ആർ ഗെറ്റിംഗ് 1 GMM. നേരത്തെ 2 GAM കിട്ടി, ഇപ്പോൾ 1 GMM. ഇനി ഇതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? നമ്പർ ഓഫ് GMM കിട്ടിക്കഴിഞ്ഞാൽ ഈസി അല്ലേ? GMMകളുടെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ എത്ര തന്മാത്രകളുണ്ട് പറഞ്ഞേ? യെസ്, 1 ഇൻറ്റു NA. അതായത് 1 GMMൻ്റെ ആ നമ്പർ ഓഫ് GMM 1 ആണ്. 1 ഇൻറ്റു NA, ദാറ്റ് ഈസ് 1 NA, ഓർ യു ക്യാൻ റൈറ്റ് 6. അതായത് 1 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആണ്. ദാറ്റ് ഈസ് 6.022 ഇൻറ്റു 10⁻23, ഓർ യു ക്യാൻ സേ 1 അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതായത് 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ്, അല്ലെങ്കിൽ 1 അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇനി ഒരു ചോദ്യം കൂടെ അവശേഷിക്കുന്നു. എന്താണ്? എത്ര മോൾസ് ഉണ്ട്? എത്ര മോൾസ് ഓഫ് മോളിക്യൂൾസ് ഉണ്ട്? GMM 1 ആണ്, അതുകൊണ്ട് 1 മോൾ. ക്ലിയർ ആയിട്ടുണ്ടോ? ഗിവൺ മാസിനെ GAM കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്പർ ഓഫ് GAM കിട്ടും. അതിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്പർ ഓഫ് ആറ്റംസ് കിട്ടും. നമ്പർ ഓഫ് GAM എന്ന് പറയുന്നത് തന്നെയാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ്. മോൾ ആറ്റങ്ങളുടെ എണ്ണം GAM തന്നെയാണ്. മറിച്ച് തന്നിരിക്കുന്ന മാസിനെ മോളിക്കുലർ മാസ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്തെങ്കിൽ യു വിൽ ഗെറ്റ് നമ്പർ ഓഫ് GMM. നമ്പർ ഓഫ് GMMനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. തന്മാത്രകളുടെ എണ്ണം കിട്ടുന്നു. GMM ഇൻറ്റു അവഗാഡ്രോ നമ്പർ, തന്മാത്രകളുടെ എണ്ണം. GMMകളുടെ എണ്ണം തന്നെയാണ് മോളുകളുടെ എണ്ണം, മോൾസ് ഓഫ് മോളിക്യൂൾ. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതും. 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്, 44 grams ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതാണ് സാമ്പിൾ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് GMM ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 44 grams ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിലുള്ള GMMകളുടെയും തന്മാത്രകളുടെയും എണ്ണം കണക്കാക്കുക. ഈ തന്ന ചോദ്യം സയൻസ് ഡയറിയിൽ എഴുതി ഉത്തരം കണ്ടുപിടിച്ചിട്ട് അടുത്ത ക്ലാസ്സിലെത്തുക. ഓക്കെ.